ചിന്തിക്കൂ, ധനികനാകൂ. 20 വർഷത്തെ ഗവേഷണം, 500-ലധികം വൻകിട ധനികരുമായുള്ള അഭിമുഖങ്ങൾ, ആൻഡ്രൂ കാർണഗിയുടെ വെല്ലുവിളി. ഇതിന്റെയെല്ലാം ഫലമാണ് ഈ പുസ്തകം. സമ്പത്തിന്റെ രഹസ്യം ലളിതമാണ്, പക്ഷെ ലളിതമായത് എളുപ്പമാണെന്നർത്ഥമില്ല. ഒരു കത്തുന്ന ആഗ്രഹത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. എഡ്വിൻ സി. ബാൻസ് എന്ന ചെറുപ്പക്കാരൻ തോമസ് എഡിസണുമായി പങ്കാളിയാകാൻ തീരുമാനിച്ചു. കയ്യിൽ പണമില്ല, എഡിസനെ പരിചയവുമില്ല. പക്ഷെ അയാൾ തീവണ്ടിയിൽ കയറി എഡിസണിന്റെ ഓഫീസിലെത്തി 5 വർഷം കാത്തിരുന്നു. ഒടുവിൽ ആ അവസരം വന്നു. എഡിസൺ കണ്ടുപിടിച്ച ഡിക്റ്റേഷൻ മെഷീൻ വിൽക്കാൻ മറ്റാർക്കും കഴിഞ്ഞില്ല. ബാൻസ് ആ ദൗത്യം ഏറ്റെടുത്തു, വിജയിച്ചു, എഡിസണിന്റെ പങ്കാളിയായി. എന്താണ് ബാൻസിന്റെ രഹസ്യം? കത്തുന്ന ആഗ്രഹം. അതൊരു പ്രതീക്ഷയല്ല, ആശയല്ല, അതൊരു അനിവാര്യതയാണ്. ശ്വാസം പോലെ അനിവാര്യം. ഒരു ചെറിയ പെൺകുട്ടി, അവൾക്ക് ബധിരതയുണ്ടായിരുന്നു. പിതാവ് ഒരു ശ്രവണ ഉപകരണം വാങ്ങിക്കൊടുത്തു, പക്ഷെ അത് പൂർണ്ണമായും പ്രവർത്തിച്ചില്ല. ഡോക്ടർമാർ പറഞ്ഞു, ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ശ്രവണം തിരികെ കിട്ടൂ. എന്നാൽ ആ ശസ്ത്രക്രിയ അപകടകരമായിരുന്നു. കുട്ടിയുടെ അച്ഛൻ ഒരു പുതിയ ഉപകരണം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു വലിയ കമ്പനിയുമായി കരാറുണ്ടാക്കി. ആ കമ്പനി ഉപകരണം നിർമ്മിച്ചു. കുട്ടിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവളുടെ ജീവിതം മാറി. ആ മനുഷ്യന്റെ കത്തുന്ന ആഗ്രഹം അസാധ്യമെന്ന് തോന്നിച്ചത് സാധ്യമാക്കി. നെപ്പോളിയൻ ഹിൽ പറയുന്നത്, സമ്പത്തിലേക്കുള്ള പടികൾ ഇവയാണ്. 1. ഒരു നിശ്ചിത തുക മനസ്സിലുറപ്പിക്കുക. എനിക്ക് ധാരാളം പണം വേണമെന്നല്ല, കൃത്യമായ തുക നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, 1 കോടി രൂപ. 2. അതിനായി നിങ്ങൾ എന്ത് നൽകാൻ തയ്യാറാണെന്ന് തീരുമാനിക്കുക. പ്രപഞ്ചത്തിൽ സൗജന്യമായി ഒന്നും ലഭിക്കില്ല. നിങ്ങളുടെ സമയമോ വൈദഗ്ധ്യമോ സർഗാത്മകതയോ നൽകാൻ തയ്യാറാവണം. 3. ആ തുക ലഭിക്കുന്നതിനുള്ള കൃത്യമായ തീയതി നിശ്ചയിക്കുക. എന്നെങ്കിലും എന്നത് ഒരിക്കലും വരില്ല. തീയതി ഉറപ്പിക്കുക. 4. വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കുക. ഉടൻ തന്നെ ആദ്യപടി സ്വീകരിക്കുക. പദ്ധതി പൂർണ്ണമാകുന്നതുവരെ കാത്തിരിക്കരുത്. പദ്ധതി പാതി വഴിയിൽ മാറ്റേണ്ടി വന്നാലും ആദ്യപടി എടുക്കുക. 5. മുകളിൽ പറഞ്ഞ 4 കാര്യങ്ങളും എഴുതി വയ്ക്കുക, വ്യക്തമായ ചെറിയ വാചകങ്ങളിൽ. 6. ഈ പ്രസ്താവന ദിവസവും 2 തവണ വായിക്കുക, ഉറങ്ങുന്നതിനു മുമ്പും ഉണരുമ്പോഴും. വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പണം ഇതിനകം ലഭിച്ചതായി സങ്കല്പിക്കുക, അനുഭവിക്കുക, വിശ്വസിക്കുക. ഇതാണ് 6 പടികൾ. ലളിതം, പക്ഷെ പ്രവർത്തിക്കാൻ ആത്മാർത്ഥത വേണം. എന്നാൽ ആഗ്രഹം മാത്രം പോരാ, വിശ്വാസം വേണം. നിങ്ങളുടെ മനസ്സിന് അത് സാധിക്കുമെന്ന് വിശ്വസിക്കണം. സംശയം വിഷമാണ്, അതെല്ലാ സാധ്യതകളെയും കൊല്ലും. ഹിൽ എഴുതുന്നു, എന്തും മനസ്സിന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുമെങ്കിൽ അത് നേടാനും കഴിയും. ഇവിടെയാണ് ഓട്ടോ സജഷൻ വരുന്നത്. ഇത് സ്വയം സമ്മോഹനമാണ്. മനസ്സിന്റെ അബോധ മനസ്സിലേക്ക് നേരിട്ട് ആശയങ്ങൾ എത്തിക്കുന്ന പ്രക്രിയ. നിങ്ങളുടെ അബോധ മനസ്സ് ഒരു ഫലഭൂയിഷ്ഠമായ തോട്ടം പോലെയാണ്. നിങ്ങൾ എന്ത് വിത്ത് വിതയ്ക്കുന്നുവോ അത് വളരും. നിഷേധാത്മക ചിന്തകൾ വിതച്ചാൽ കളകൾ വളരും. ക്രിയാത്മക ചിന്തകൾ വിതച്ചാൽ വിളവ് ലഭിക്കും. പ്രത്യേക ജ്ഞാനം ആവശ്യമാണ്. സ്കൂളിൽ പഠിക്കുന്നത് പൊതുവായ ജ്ഞാനമാണ്. സമ്പത്തിന് വേണ്ടത് പ്രത്യേക ജ്ഞാനമാണ്. ഹിൽ പറയുന്നത്, വിജയികൾ ജ്ഞാനം എവിടെ നിന്ന് ലഭിക്കുമെന്നറിയുന്നവരാണ്, എല്ലാം സ്വയം അറിയുന്നവരല്ല. അവർ വിദഗ്ധരെ ചുറ്റും കൂട്ടുന്നു. വിവരങ്ങൾ അറിയുന്നവരല്ല, വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നറിയുന്നവരാണ് വിജയികൾ. ഭാവന അടുത്ത ഘടകമാണ്. 2 തരം ഭാവനയുണ്ട്, സൃഷ്ടിപരമായ ഭാവനയും സമന്വയ ഭാവനയും. സമന്വയ ഭാവന പഴയ ആശയങ്ങളെ പുതിയ രീതിയിൽ കൂട്ടിയിണയ്ക്കുന്നു. സൃഷ്ടിപരമായ ഭാവന പുതിയ ആശയങ്ങളെ ജനിപ്പിക്കുന്നു, അനന്തമായ ബുദ്ധിയിൽ നിന്ന്. ആസ കാൻഡ്ലർ കൊക്കക്കോളയെ വെറും ഒരു മരുന്നിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശീതളപാനീയമാക്കിയത് ഭാവന കൊണ്ടാണ്. സംഘടിത ആസൂത്രണമില്ലാതെ സ്വപ്നങ്ങൾ വെറും മിഥ്യയാണ്. ഹിൽ പറയുന്നു, ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് രൂപീകരിക്കുക. ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന 2ഓ അതിലധികമോ മനസ്സുകളുടെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ ഓരോ മനസ്സും മറ്റുള്ളവയെ ശക്തിപ്പെടുത്തുന്നു. ഹെൻറി ഫോർഡ്, തോമസ് എഡിസൺ, ഹാർവി ഫയർസ്റ്റോൺ, ഇവർ മൂവരും ചേർന്ന് ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടായിരുന്നു. തീരുമാനശേഷി ഒരു പ്രധാന ഗുണമാണ്. ഹിൽ നടത്തിയ വിശകലനത്തിൽ ധനികരായ ആളുകൾ വേഗത്തിൽ തീരുമാനമെടുക്കുകയും പതുക്കെ മാറ്റുകയും ചെയ്യുന്നു. പരാജിതർ പതുക്കെ തീരുമാനിക്കുകയും വേഗം മാറ്റുകയും ചെയ്യുന്നു. അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിലും അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലും വലിയ അപകടമുണ്ട്. സ്വന്തം തീരുമാനമെടുക്കാൻ പഠിക്കുക. സ്ഥിരോത്സാഹം ഒഴിച്ചുകൂടാനാവാത്തതാണ്. ആഗ്രഹം മാത്രം പോരാ, അതിനെ പിന്തുടരാനുള്ള ദൃഢനിശ്ചയം വേണം. പലരും തോൽവിയുടെ ഒരടി മുമ്പ് പിന്മാറുന്നു. സ്വർണത്തിനായി ഖനനം നടത്തിയ ഒരാളുടെ കഥ ഹിൽ പറയുന്നുണ്ട്. അയാൾ മാസങ്ങളോളം കുഴിച്ചു, ഒന്നും കിട്ടിയില്ല. അയാൾ ആ ഖനി വിറ്റു. വാങ്ങിയ ആൾ 3 അടി കൂടി കുഴിച്ചപ്പോൾ സ്വർണ്ണസിര കണ്ടെത്തി. 3 അടി മാത്രം. സ്ഥിരോത്സാഹം കൊണ്ട് തോൽവിയെ വിജയമാക്കാം. 6ാം ഇന്ദ്രിയം ഏറ്റവും രഹസ്യമായതാണ്. ഇത് അബോധ മനസ്സിന്റെ ഭാഗമാണ്, നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ എന്ന് വിളിക്കുന്നത്. പരിചയസമ്പന്നരായ നേതാക്കൾക്ക് ഈ ശക്തിയുണ്ട്. വിവരങ്ങളും യുക്തിയും എത്തുന്നതിന് മുമ്പ് അവർക്ക് കാര്യങ്ങൾ അറിയാം. ഈ ശക്തി പരിശീലനത്തിലൂടെ വളർത്താം. അവസാനമായി, ഭയത്തെ ജയിക്കുക. 6 അടിസ്ഥാന ഭയങ്ങൾ ഹിൽ പട്ടികപ്പെടുത്തുന്നു. ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയം, വിമർശനത്തെക്കുറിച്ചുള്ള ഭയം, രോഗത്തെക്കുറിച്ചുള്ള ഭയം, സ്നേഹം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ഭയം, വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ഭയം, മരണത്തെക്കുറിച്ചുള്ള ഭയം. ഈ ഭയങ്ങളെല്ലാം മനസ്സിന്റെ സൃഷ്ടിയാണ്. അവയ്ക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല.
ഭയം മനസ്സിനെ തളർത്തുന്നു, തീരുമാനങ്ങളെ ദുർബലമാക്കുന്നു, പ്രവർത്തനത്തെ തടയുന്നു. ചിന്തിക്കൂ, ധനികനാകൂ എന്നത് ഒരു മുദ്രാവാക്യമല്ല. അതൊരു ശാസ്ത്രമാണ്, മനസ്സിന്റെ ശാസ്ത്രം. ഇന്നും ലോകത്തിലെ ഏറ്റവും വിജയികളായ ആളുകൾ ഈ തത്വങ്ങൾ ഉപയോഗിക്കുന്നു. ദാരിദ്ര്യം മനസ്സിന്റെ ഒരു അവസ്ഥയാണ്, സമ്പത്തും അങ്ങനെ തന്നെ. നിങ്ങൾ തിരഞ്ഞെടുക്കുക, ചിന്തിക്കുക, ധനികനാകുക.